പ്രശാന്ത് ഏട്ടാ, ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി വയനാട്ടിലെ ദുരന്തം ബാധിച്ചവരെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം അദ്ദേഹം സ്വീകരിക്കുമെന്ന അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മടങ്ങിപ്പോക്കിന് ശേഷം സുരേഷ് ഗോപി MP അദ്ദേഹം കേന്ദ്രമന്ത്രി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, മോദി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് വിങ്ങിയെന്ന്. ആ വാർത്തയുടെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകൾ, കുറച്ചല്ല വ്യാപക കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തിടുന്നത്. ഒരു ഹുസൈൻ പറഞ്ഞിരിക്കുന്നു, ഒരു ഭൂലോക ദുരന്തം മറ്റൊരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പാടില്ല. മുസ്തഫ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരിക്കുന്നു, ഗുജറാത്തിൽ കൊന്നുകൂട്ടിയവൻ ഇവിടെ എന്ത് കാണിക്കുന്നു, അവൻ ഇവിടെത്തിയ കണ്ണീര്. പ്രധാനമന്ത്രിയാണ് പറയുന്നത്. പിന്നെ ഒരു നാട് മുഴുവനായും ഒലിച്ചു പോയത് കണ്ടാൽ ഏതൊരു ഭരണാധികാരിക്കും ഹൃദയനോവ് ഉണ്ടാകും. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ സൈനികരെ ബലി കൊടുത്ത ഒരുത്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ, അവൻ എന്ത് വേദന. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് അവൻ ഇട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് അവൻ്റെ പ്രൊഫൈൽ. പോകെ പോകെ കൂടുതൽ കമൻറ്റുകൾ. ഒരു കമൻറ്റ് കൂടെ, ഷാഹിദ്, അവനും രാഹുൽ ഗാന്ധിയുടെ കമൻറ്റ് പിന്നെ ഇതാണ് ഇട്ടിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ വയനാടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോങ്ങിക്ക് എന്ത് മാറ്റമുണ്ടായി എന്ന്. മോങ്ങി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. പോകെ പോകെ ഞാൻ കമൻറ്റുകൾ പറയാം. എന്താണ് ഇവന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകത്തുടനീളമുള്ള മുസ്ലിങ്ങളെ നാശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണല്ലോ ഇസ്ലാമിസ്റ്റുകൾ. ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ ഇവരും, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവന്മാർ ഈ ഫോണിൽ നോക്കുന്നത് കൊണ്ട് പ്രശ്നമായിട്ട് ഒന്നും വിചാരിക്കരുത്, ഞാൻ കമന്റുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഇവന്മാർ തന്നെ ഇവരുടെ നാശത്തിലേക്കുള്ള കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്. ലോകത്ത് ഏറ്റവും സമ്പന്നമായിട്ട് ഈ മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. നമുക്ക് അതെ, ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അവർക്ക് സ്വയം ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അത് നാളെ കാലത്തെ ഗുണം ചെയ്യില്ല. മോദിയുടെ പുറത്ത് കയറുന്നത് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയുടെ പുറത്ത് കയറുന്നതൊക്കെ ഇവരുടെ നാശത്തിലേക്ക് നയിക്കുന്നു. ഒരു കമൻറ്റ് വായിക്കട്ടെ. അസറുദ്ദീൻ അവൻ പറഞ്ഞിരിക്കുകയാണ്, അയ്യോ പാവം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നേരിട്ടും അല്ലാതെയും പാവങ്ങളെ ചുട്ടുകൊന്ന ഇവനോ. അതായിക്കോട്ടെ, അതിപ്പോൾ ഇത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ ഈ പറയുന്ന ഈ ഹുസൈനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പേരുകളെല്ലാം നമ്മൾക്ക് ആവർത്തിക്കുന്നതിനോട് താല്പര്യമില്ല, നമ്മളെ സംബന്ധിച്ചോട് താല്പര്യമില്ല. അവർക്ക് ബുദ്ധിമുട്ട്, അവരാഗ്രഹിക്കുന്ന, അവർ ചെയ്യുന്നത് പോലെ ഒരു വർഗീയ ധ്രുവീകരണം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഭാഗത്തുണ്ടായാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകത്തേ ഉള്ളെന്ന് ഈ ഹുസൈനും ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നില്ല. നമുക്ക് അതിലേക്ക് അത് വിട്ടുകളയാം. ഒരു നല്ല കാര്യത്തിൻ്റെ കമൻറ്റുകൾ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ വന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഓരോ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു വേദനയുടെ മുഖവുമായാണ് ആ മനുഷ്യൻ അവിടെ നിന്നത്. അദ്ദേഹത്തിൻ്റെ ഞാൻ വളരെ കൃത്യമായിട്ട് TV-ക്കകത്തൂടെ ഞാൻ ആ മനുഷ്യനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്നു, അവിടുന്ന് ഹെലികോപ്റ്ററിൽ ആ പ്രദേശം മൊത്തം സഞ്ചരിച്ചതിന് ശേഷം സാധാരണ ഒരു ഇത്രയും അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ പോലും ആകാശ സന്ദർശനത്തിന് ശേഷം ആ സ്ഥലം സന്ദർശിക്കാറില്ല. ശ്യാമിനറിയാമല്ലോ, വേറെ വല്ല ചർച്ചയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ടുപോകുന്ന ഒരു രീതിയുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി അവിടുന്ന് കാർ മാർഗം ആ ദുരന്ത സ്ഥലത്ത് വന്നിട്ട് ആ സ്ഥലത്ത് ഏതാണ്ട് 1.5-2 മണിക്കൂർ ചെലവഴിക്കുകയാണ്. മൊത്തത്തിൽ 3 മണിക്കൂർ മാത്രം പ്ലാൻ ചെയ്തിരുന്ന പരിപാടി 4 മണിക്കൂറോളം പോയി. അതായത് കിലോമീറ്ററുകളോളം അദ്ദേഹം മണിക്കൂറുകളോളം അവിടെ നടന്നു. ആ പട്ടാളക്കാർക്ക് പോലും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നടന്നു കയറാൻ പറ്റാത്ത അത്രയും ദുഷ്കരമായിട്ടുള്ള റോഡിൽ കൂടി നടന്നു. വേലി പാലം പരിശോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം, ആരും പറയുന്നതിനപ്പുറം അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഇതെങ്ങനെയായിരുന്നു, ഈ മല ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സംഭവിച്ചു. കാരണം ഇത് അദ്ദേഹം നേരിട്ട് പരിശോധിക്കുന്ന ഒരവസ്ഥ, അതിനകത്തുണ്ടായ വേദനകൾ അല്ലെങ്കിൽ ആളുകളുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് പ്രധാനമന്ത്രി പോകുന്നത്. ഈ പ്രധാനമന്ത്രി ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ചതിന് ശേഷം പോയി കണ്ടത് 9 കുഞ്ഞുങ്ങളെയാണ്. അതിനകത്ത് 7 കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ 2 കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയി. അതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം
എന്ന് പറഞ്ഞാൽ 2 കുട്ടികളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും, ആരുമില്ല കുഞ്ഞുങ്ങൾക്ക്. ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് താലോലിക്കുന്ന മോദിയോടാണ് ഈ പറയുന്ന ഹുസൈൻ ഉൾപ്പെടെയുള്ള ഒരു വർഗീയത. ലോകത്ത് ആര് കണ്ടിട്ടുണ്ടെങ്കിലും അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെ അതിനകത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനോട് ഇടപെടുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇടപെടുന്നു, തിരിച്ച് ആ മനുഷ്യൻ ഇടപെടുന്നു, ആൾക്കാരെ സ്വാന്തനിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ സമയമില്ലാഞ്ഞൊക്കെ പോലും ക്യാമ്പുകൾ സന്ദർശിച്ചു. ആ ക്യാമ്പുകളിൽ ഉള്ള ആൾക്കാരെ മൊത്തവും സ്വാന്തനിപ്പിച്ചതിന് ശേഷം ആ ക്യാമ്പിലെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഇവർക്ക് നിങ്ങളാണല്ലോ, ഡോക്ടറുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ പ്രധാനപ്പെട്ട ഡോക്ടറെ ചോദിച്ചു, ഈ 10-45 പേരെ ദുരന്തമുഖത്തു നിന്ന് വന്ന ഈ 10-45 പേരെ പരിചരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത്, ഇവരെ ഇത്രയും ദിവസം ഞാൻ പരിചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഇവർ പങ്കുവയ്ക്കുന്നവർ കണ്ണടച്ച് കഴിയുമ്പോഴത്തേന് വളരെ വലിയൊരു ദുരന്തത്തിൻ്റെ സൗണ്ടും ഒരു സ്ഫോടനവും ഒക്കെ വീണ്ടും, അതായത് അന്ന് രാത്രിയിൽ ഈ ദുരന്തമുഖത്തു നിന്ന് അവർക്ക് അനുഭവപ്പെട്ട അതേ ദുരന്തം എല്ലാ ദിവസവും അവരുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിക്കും. കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് എന്താ പറയുന്നത്, അതേ ഒരു മാനസികാവസ്ഥയിൽ അവർ ഈ പഴയ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വളരെ കൃത്യമായിട്ട് മാനസിക ചികിത്സ നടപ്പാക്കണം. അതുപോലെ മാത്രമല്ല, ഉറ്റോരും ഉടയരും എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അത് കൂടെ അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, ആരുമില്ലാത്തവർ ഉൾപ്പെടെയുള്ളവർ ഈ ചികിത്സ സംവിധാനം. അപ്പോൾ ഈ മാതിരി അവിടെ ചികിത്സിക്കുന്ന ഡോക്ടറെടുത്തും അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെടുത്തും പോലീസുകാരെടുത്തും ഒക്കെ ആ രാജ്യത്ത് ആ പ്രദേശത്തെ ചൂരൽമലയിലും മുണ്ടക്കയത്തും പുഞ്ചിരിമട്ടത്തും ഒക്കെ നടന്ന സംഭവം കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. 3 വാർഡുകൾ കൃത്യമായിട്ട് ഒലിച്ചുപോയി. ഏതാണ്ട് 10,000 പേര് അനാഥമായി. അത്രയ്ക്ക് അതിനൊക്കെ നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി സെന്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ അദ്ദേഹം ചെന്നു. സെന്റ് ജോസഫ് സ്കൂളാണല്ലോ ഈ വിഷയം ക്യാമ്പ് നടക്കുന്നത് അല്ലേ? ക്യാമ്പ് നടക്കുന്നത് അവിടുത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. സെന്റ് ജോസഫ് സ്കൂളിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. നേരത്തെ തീരുമാനിച്ചത് ക്യാമ്പ് സന്ദർശനം വേണ്ടെന്നായിരുന്നു. ഇത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. 7 കുട്ടികളെടുത്ത് സംവദിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച ക്യാമ്പിലുള്ള 5 പേരൊക്കെ സംവദിക്കുന്നത് മാത്രം. അതിന് ശേഷം ഈ മൊത്തം ക്യാമ്പിലും നരേന്ദ്രമോദി സന്ദർശിക്കാൻ തീരുമാനിച്ചത് അവസാനമാണ്. മൊത്തം ക്യാമ്പിൽ സന്ദർശിച്ചു. അവിടെ വെച്ചാണ് ഡോക്ടറെ കാണുന്നത്. അപ്പം എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തത്തില്ല. ഇവിടെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായവും ഉണ്ടാകും, നിങ്ങളതിന് കണക്കെടുത്ത് തരൂ. ഈ കമൻറ്റുകൾക്കാരോട് പറയാൻ പോകുന്നു നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങളതിന് കണക്കെടുത്ത് തരൂ. കണക്കെടുത്ത് തരാനല്ലേ ഇവിടുത്തെ സഹായം. അല്ലെങ്കിൽ സ്ഫോടനം നടന്നതിന് ശേഷം, ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ഈ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒറ്റ മറുപടി ഇതാണല്ലോ, കേന്ദ്രത്തിന് സഹായിക്കാൻ സമയമായില്ല, അതിൻ്റെ കണക്ക് വരുമ്പോൾ സഹായിക്കാം. എന്തുവായിരുന്നു ഇവിടുത്തെ ട്രോളും? അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇവിടെ എന്താവശ്യമുണ്ടെന്ന്, ഇവിടുത്തെ നഷ്ടത്തിൻ്റെ കണക്ക്, അത് വീടിൻ്റെതായാലും ആ പ്രദേശത്തിൻ്റെതായാലും എല്ലാം എടുത്ത് അത് രൂപയിലാക്കി കൺവെർട്ട് ചെയ്ത് എത്ര തുക വേണമെന്ന് പറഞ്ഞാലല്ലേ കേന്ദ്രത്തിന് അത് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി ഒരു തുക അനുവദിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതുതന്നെയല്ലേ നമ്മുടെ സുരേഷ് ഗോപി ഡൽഹിയിൽ വെച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതിനെ എത്തരത്തിൽ വ്യാഖ്യാനിച്ചാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ചില ഹുസൈനും അല്ലെങ്കിൽ ചില ഷെരീഫും അല്ലെങ്കിൽ ചില ആൾക്കാരും ഒക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു വിഷയമുണ്ടായപ്പോൾ അല്ലെങ്കിൽ ഈ കേരളത്തിനൊരു ദോഷമുണ്ടായപ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ ഇവിടെ ജയിപ്പിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു കേന്ദ്രമന്ത്രി ഇവിടെ വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള പ്രചരണമല്ലേ നടത്തിയത്. തൃശ്ശൂരിലെ വാഴ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അതെ, അത് നിരന്തരമായിട്ട് ഏത് ആൾ എന്ത് സംസാരിച്ചാലും ഈ ദുരന്തത്തിനകത്ത് അത് കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടാവണം. പക്ഷേ കേന്ദ്രം ഇടപെട്ടത് എത്ര നേരത്തെയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്രം ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് എത്ര തവണ ഇവിടെ അലേർട്ട് കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ അപാകത കൊണ്ട്, ഒരുപക്ഷെ കേരള ഗവൺമെൻറ്റിൻ്റെ അപാകത കൊണ്ട്, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്ന ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ പോലും ഉറങ്ങി എണീക്കുന്നതിന് മുമ്പേ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും ഒക്കെ ഇവിടെ വന്ന് ഒരു അതിജീവനം നടത്തിയ ഒരു കാര്യം നമ്മൾ കണ്ടു. കർണാടകത്തിൽ ഒരു അർജന്റിന് വേണ്ടി 4-5 ദിവസം ഇവിടുത്തെ മാധ്യമങ്ങൾ വായിട്ടലയ്ക്കേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ തിരയുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വന്നപ്പോൾ, ഇവിടെ ഒരു അപകടം സംഭവിച്ചപ്പോൾ
ആ സമയം തന്നെ ആ അപകടം സംഭവിച്ചതിന് ശേഷം അതിജീവനത്തിനുള്ള അല്ലെങ്കിൽ അപകടം സംഭവിച്ചവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള കൃത്യമായ ഇടപെടൽ, അതിന് കൃത്യമായ ആ ഇടപെടലിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജോർജ് കുര്യൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ എല്ലാ രീതിയിലുള്ള മാൻ പവർ ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള ഇടപെടലുണ്ടായി. ഏറ്റവും അവസാനം പ്രധാനമന്ത്രി വരാൻ താമസിച്ചത് എന്താണെന്ന് ഇവിടുത്തെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോടൊരു മറുപടി പറയാം. പ്രധാനമന്ത്രി അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നതിന് ശേഷം മാത്രമേ വരാൻ തീരുമാനിച്ചിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ തിരച്ചിലും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരെ കണ്ടുപിടിക്കുന്നതിനും അതിജീവനത്തിന് വേണ്ടിയുള്ള തിരച്ചിലിനകത്ത് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അതിനൊരു നിശ്ചലാവസ്ഥ സംഭവിക്കും. അത് എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന് ശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ഏതർത്ഥത്തിനുമുള്ള ഒരു അതിജീവനത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. നമുക്ക് ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ടായത്, ആ പ്രധാനമന്ത്രി എന്താണെന്ന് മനസ്സിലാകുന്ന ആൾക്കാരോട് മാത്രം പറയുന്നതിനെ നടക്കത്തുള്ളൂ. ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ടായത് ഇന്ത്യയുടെ മഹാഭാഗ്യമായിട്ടേ കാണുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതൊന്നും അഭിനയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു ദുരന്തമുഖത്ത് വന്ന ആ ഒരു പ്രധാനമന്ത്രിയാണ്. ഇത്രയും വലിയ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഇങ്ങേയറ്റം നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു ചെറിയ മൂലയിൽ വന്നിട്ട് ആ ദുരന്തം നേരിട്ടെറിഞ്ഞ് ആ ദുരന്തത്തിനകത്ത് ദുരന്ത മുഖത്ത് നിന്നിട്ടുള്ള ആൾക്കാരുമായിട്ട് സംവദിച്ചിട്ട് അവരുടെ ദുഃഖവും പേര് തിരിച്ചു പോകുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായത് ഇന്ത്യയുടെ ഭാഗ്യമാണ്. ഇവിടെയൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെയും എല്ലാവരുടെയും ഭാഗ്യമാണെന്ന് പറയാനേ നമുക്ക് സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.